ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങിത്തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ, ഗവൺമെൻറ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC ആണ്. ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു വലിയ വിവാദം ഉണ്ടായി, നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. നഷ്ടത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു, ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം. ഇന്ന് അത് KSRTCയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഒരു പ്ലാനിങ്, ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് 8500 മുതൽ 9000 രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിൻ്റെ വരുമാനം. ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. ഈ 2500-ൽ നിന്ന് 2 വർഷം കൊണ്ട് 8000, 2 വർഷമല്ല, അതിനു മുമ്പേ ആയി കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 8000 മുതൽ 8500, 9000 രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ന്യൂസ് 18 പോലുള്ള ചില ചാനലുകൾ പറയുന്നത് KSRTCക്ക് പണി കിട്ടിയെന്നാണ്. മണ്ടത്തരം പറയരുത്. KSRTC നഷ്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇതൊരു നിസ്സാര കാര്യമാണ് KSRTC എന്നത്. KSRTCയുടെ വരുമാന വർധനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ്. KSRTC എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് KSRTCയുടെ CMD തന്നെ പറഞ്ഞു. അത് ഈ വണ്ടി ഓടിയിട്ടാണോ? ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം, ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത്, സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000, 45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. കോടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ്. ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം